ഒക്ടോബർ 4 നടക്കുന്ന ഓണം ബമ്പർ നറുക്കെടുപ്പിൽ സമ്മാനം തീർച്ചയാണ് എന്നാണ് കണക്കുകൾ നിരത്തി നെടുവമ്പ്രം സ്വദേശിയായ പ്രകാശിന് പറയാനുള്ളത്. കാവ്യ പ്രകാശിൻ എന്ന് പറഞ്ഞാലേ ഈ വ്യക്തിയെ എല്ലാവർക്കും അറിയൂ. ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ 93 ഓണം ബമ്പർ എടുത്ത് ഭാഗ്യപരീക്ഷണത്തിന് ഒരുങ്ങി നിൽക്കുന്ന പ്രകാശൻ വഴിയാത്രയിൽ ഒരു ചായ കുടിക്ക് ഇരിക്കവെയാണ് പ്രകാശൻ എന്ന ലോട്ടറി പ്രേമിയെ കണ്ടുമുട്ടുന്നത്. സൗഹൃദങ്ങൾ പുതുക്കി ഒപ്പം കൂടി ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞ് വർത്തമാന ന്യൂസും പ്രകാശിനൊപ്പം കൂടി. പിന്നെ നിർത്താതെ പ്രതീക്ഷകളെക്കുറിച്ചുള്ള വാക്കുകൾ. അതായത് കാവ്യമാധവനിലുള്ള ഒരു ആരാധന വേറൊന്നുമില്ല. ചില ആൾ എന്തെല്ലോ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാവ്യനെ പ്രേമിക്കാനാണ് മറ്റൊന്ന്. അപ്പോൾ ഇപ്പോൾ കലാമണിൻ്റെ പരിപാടിക്ക് ഞാൻ പോകുന്നുണ്ട്. ഭാഷയോ ഓൻ പെണ്ണായെങ്കിൽ എന്തെല്ലാം പറയും, ഓൻ ആണായതൊന്നും പറയാനില്ല. അപ്പോൾ ദിലീപിന് കാവ്യമാധവനെ പോലെ ഇതാണ് പിന്നെ കലാമണി അതേപോലെയാണ്. അപ്പോൾ ഞാൻ ലോട്ടറി എടുത്ത് ഏകദേശം ഒരു 65 ലക്ഷം രൂപ ലോട്ടറി എടുത്തിട്ടുണ്ടോ ഇന്ന് വരെ ഒരു പ്രൈസ് കിട്ടിയില്ല. ഈ പ്രാവശ്യം 93 ടിക്കറ്റ് എടുത്തിട്ട് അതിലെന്തെങ്കിലും ഒരു സെക്കൻഡ് പ്രൈസ് കിട്ടിയാൽ മതി. നമ്മളെ എൻ്റെ പൊങ്ങൾക്ക് നല്ലൊരു വീട് എടുത്ത് കൊടുക്കണം. ഈ അവസാനമായിട്ട് ഏത് ദിവസമാണ് ലോട്ടറി എടുത്തത്? അവസാന ദിവസം മിഞ്ഞാന്ന് ഒരു ലോട്ടറി എടുത്തു തമ്പുരാന്ന്. നാളെ ഒരു ലോട്ടറിയും കൂടെ എടുക്കണം. ഞാൻ എവിടെ നിന്ന് എടുത്താൽ ഞാൻ പഴയങ്ങാട് തമ്പുരാന്ന് എടുക്കുള്ളൂ. എൻ്റെ വിശ്വാസമാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ നടന്നത്. പിന്നെ ചില ആൾ പറയും പാലക്കാട് പോയിട്ട് തെക്കനാട് എവിടെ പോയി എടുത്തു, അതൊന്നും ഭാഗ്യമില്ല. ഭാഗ്യം നമ്മൾ പഴയങ്ങാട് തമ്പുരാന്ന് എടുക്കും. എത്ര വർഷമായി ലോട്ടറി എടുക്കുന്നു? ലോട്ടറി എടുക്കുന്ന ഒരു 10-40 കൊല്ലേ. 40. ഞാൻ മഹാരാഷ്ട്ര ഒരു 10-20 ഉണ്ടായി. അവിടെ ഞാൻ പിന്നെ ബാറിലേക്കിൽ അന്നേരം എനിക്ക് ഹോട്ടലിലും ബാറിലും അന്നേരം ഒരു കമ്മീഷൻ കിട്ടും. ആ പൈസയ്ക്ക് ഞാൻ അക്കട പറഞ്ഞാൽ നിങ്ങൾക്ക് ചില ആൾക്കറിയാം അക്കട കളി ഉണ്ടായി. അതും കൂടി കളിച്ചാണ് കിട്ടിയത്. നാട്ടിലൊന്നും പറയട്ടെ. പിന്നൊരു കാര്യം, അമ്മ പറയും, മോനെ നീ ലോട്ടറി എടുത്തോ, എത്ര ലോട്ടറി എടുത്തോ നീ കേൾക്കൂല, പക്ഷെ നീ ബെല്ലടിക്കാൻ പാടില്ല. ലോട്ടറി എടുത്തിട്ട് അടിച്ചിട്ടില്ലെങ്കിൽ പാർട്ടിൻ്റെ ചീത്ത പറയാൻ പാടില്ല. പാർട്ടിയും പിണറായി അമ്മേൻ്റെ മെയിൻ ആളാണ്, പാർട്ടിൻ്റെ ബില്ലാളാണ്. വേറെ ആളെ പിന്നെ കമൻറ്റ് ഇട്ടിട്ട് കാര്യമില്ല. പാർട്ടിൻ്റെ വില, പാർട്ടിൻ്റെ ചീത്ത പറയാൻ പാടില്ല. ഞാൻ മരിച്ചാലും പറയാൻ പാടില്ല. അമ്മ മരിച്ചത് 3-4 പോലെ ഇന്ന് ഞാൻ പാർട്ടിൻ്റെ ചീത്ത പറഞ്ഞില്ല. പിന്നെ ഞാൻ പറയും എൻ്റെ ബാക്കി കുറവാണ്. ഇതിലും കൂടി ദൈവം കഴിഞ്ഞിട്ട് എനിക്ക് ഒരു കോടി കിട്ടണമെന്നില്ല എൻ്റെ പ്രതീക്ഷ. 1 കോടി അടിച്ചാൽ 65-60-50 കിട്ടുള്ളൂ. അതിനെ കൊണ്ട് നല്ലൊരു ചെറിയൊരു വോട്ട് വീടും ഒരു കിണറും എൻ്റെ പൊങ്ങൊക്കെ എടുത്തു കൊടുക്കണം. പിന്നെയും ഞാൻ തുടർച്ചയായിട്ട് കയ്യിൽ നിന്നവരെ പണിക്കും, നാടൻ പണി. അല്ല, ഇതിപ്പോ നമ്മളിപ്പോ ഇങ്ങനെ ലോട്ടറി എടുക്കുമ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് എത്രത്തിലുള്ള പ്രതികരണം? അങ്ങനെ നാട്ടുകാരെ നമ്മളെ മുഖ്യമന്ത്രി നല്ല എല്ലാ കാര്യം ചെയ്യുന്നില്ല. ഇപ്പോൾ അയാൾ ചീത്ത പറഞ്ഞ എത്ര ഉണ്ട് എനിക്കൊന്ന് നടത്തും. അതേപോലെ ഞാൻ ഇത് കരുതും. അങ്ങനെ ഞാൻ നല്ല കാര്യം ഞാൻ ഇപ്പം ഒരാൾക്ക് വെള്ളം മേടിച്ചു കൊടുത്തെങ്കിൽ മദ്യം കഴിക്കുന്നവൻ പറയും പ്രകാശേട്ടൻ നല്ലതെന്ന് പറയും. മദ്യത്തിൽ നിൽക്കാതുകൊണ്ട് ചില ആൾ മദ്യം കഴിക്കാതെ ഒന്നിനും കൂടില്ലപ്പോൾ ആണും വേണ്ടോ അങ്ങനെ പറയും. അങ്ങനെ നമ്മളെ പിണറായി പറ്റി എത്ര ചീത്ത പറഞ്ഞാൽ ഞാൻ പറയില്ല, അയാൾ നല്ല വിരളാണ്. അതുകൊണ്ട് പാർട്ടിനെ പറ്റി പറഞ്ഞില്ല, അങ്ങനെ മുഖ്യമന്ത്രിനെ പറഞ്ഞില്ലേ, പിന്നെ കേന്ദ്രത്തിലെ മന്ത്രി പറഞ്ഞില്ല, അങ്ങനെ എല്ലാം ഓരോ ആളെ ചീത്ത പറഞ്ഞു. അത് വെറുതെ തെറ്റ് കണ്ടിട്ട് പറഞ്ഞു അല്ല, അതുപോലെ എന്നെ വെറുതെ കണ്ടുകൂടാതെ ചീത്ത പറഞ്ഞു. അതിന് വിഷയമില്ല. അതായത് ഈ ചിലപ്പോൾ ഈ പറഞ്ഞ പുതിയ ആൾക്കാർ ഇങ്ങനെ ലോട്ടറി എടുക്കാൻ വേണ്ടി വരുന്നുണ്ടാവും, അവരോട് എന്താ പറയാനുള്ളത്? ഒന്നും ലോട്ടറി എന്ന് പറഞ്ഞാൽ ഈ പാവങ്ങൾ എത്രയോ ലക്ഷങ്ങൾ കാണുന്നുണ്ട്. അതായത് കയ്യും കാലും ഇല്ലാത്തവർ അവർ ഇരക്കുന്നതിനെക്കാട്ടി കഷ്ടമാണ് ഈ ലോട്ടറി ബുക്കിൽ. ഒരു പ്രൈസ് വീണില്ലെങ്കിൽ ആട്ടും ചീറ്റയും കേൾക്കണം. അപ്പോൾ അവർക്ക് ഒരു വിജയിക്കാൻ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോട്ടറി എടുക്കുന്നത്. ലോട്ടറി മദ്യത്തിന് പോലല്ല. ലോട്ടറി 1-2 എടുക്കാം. അത് നമ്മുടെ കേരളത്തിൽ എല്ലാവരും എടുത്താൽ ലോട്ടറി തരും. അത് ലോട്ടറി നിർത്താൻ പാടില്ല, അതിലൊരു പ്രൈസ് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം പുതിയ ലോട്ടറി ഇപ്പം കഴിഞ്ഞ ദിവസം ലോട്ടറിയിലെ സമ്മാനങ്ങളുടെ ശേഷം ചെറിയ കുറവ് വരുത്തിയിട്ടുണ്ട്. അതോട് എന്താ പറയാനുള്ളത്? അതിലോട് പറയാന്ന് വെച്ചാൽ ഈ 5000 കുറേ കൊടുക്കുക. ഞാൻ കുറ്റം പറയില്ല. കഴിഞ്ഞ ഭരണം അവർ ഭരിക്കുമ്പം ഞാൻ പാർട്ടിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ ബില്ലാണ്. കഴിഞ്ഞ വർഷം കോൺഗ്രസ് ഭരിക്കുമ്പം എത്രയോ 5000 കൊടുത്തു. അതായത് 75 ലക്ഷം ലോട്ടറി വെക്കുമ്പം 5000 കൊടുത്തു. ഇപ്പം 1,25 ലക്ഷം ലോട്ടറി വെക്കുന്നുണ്ട്. ഇവർ 5000 കൊടുക്കുന്നില്ല, 18,000 കൊടുക്കുന്നത്. നിങ്ങൾ ഒന്നും വേണ്ട, എല്ലാവരും ലോട്ടറി നോക്കുമ്പോൾ താഴോട്ട് നോക്കുന്നത്, മേലോട്ട് നോക്കുന്നില്ല. ജനങ്ങൾക്ക് എന്താ കൊണ്ട് 5000 രൂപ കൊണ്ടു, 5000 കൂടി കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. ജനങ്ങൾക്ക് അതേ കൊണ്ടു. ഈ ലോട്ടറി അപ്പോൾ 1,25 ലക്ഷം അടിച്ചു തീർക്കുന്നുണ്ട്. അത് ചിലവാകുന്നുണ്ട്, അത് സർക്കാരിനാ ലാഭം. അതിൽ പ്രൈസ് കുറഞ്ഞാൽ പിന്നെ ലോട്ടറി ജനങ്ങൾ എടുക്കില്ല. അപ്പോൾ സർക്കാരിന് ക്ഷീണം വരും. അത് സർക്കാർ മനസ്സിലാക്കണം. അത്രേ എനിക്ക് പറയുള്ളൂ. കഴിഞ്ഞ 25 വർഷത്തിലധികമായി പ്രകാശൻ ലോട്ടറി എടുക്കുന്നുണ്ട്. കാവ്യ മാധവനോടുള്ള കടുത്ത ആരാധന നെടുവമ്പ്രം സ്വദേശിയായ പ്രകാശനെ കാവ്യ പ്രകാശൻ എന്നാക്കി മാറ്റി. ആഗ്രഹങ്ങളുടെ കെട്ടുകളഴിച്ച് തനിക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു തരം ലഹരിയാണ് ലോട്ടറി എന്നും അതുമായി മുന്നോട്ടു പോകുന്നതിന് ഇന്ന് കാണുന്ന എതിർപ്പുകൾ ഒരു തടസ്സമല്ല എന്നും ഉറപ്പിച്ചു പറയുകയാണ് പ്രകാശൻ. ഇക്കുറി ഭാഗ്യവർഷം തനിക്ക് തന്നെയെന്നതിൽ സംശയമില്ല. വർത്തമാന ന്യൂസിനു വേണ്ടി രാജേഷ് രവിരം.